ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രിലിമിനറി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്കറിയാം അല്ലേ, പ്രോസസ്സ് എന്താണെന്നറിയാം, പ്രോഗ്രാം എന്താണെന്നറിയാം, പിന്നെ പ്രോസസ്സിന്റെ വേരിയസ് സ്റ്റേറ്റ്സ് നമ്മൾ കണ്ടു അല്ലേ. ഇനി നമ്മൾ CPU ഷെഡ്യൂളിംഗിലേക്ക് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ CPU ഷെഡ്യൂളിംഗിൽ കുറെ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സ് നമ്മൾ കണ്ടായിരുന്നു അല്ലേ. പാരാമീറ്റേഴ്സ്, CPU ഷെഡ്യൂളിംഗ് പാരാമീറ്റേഴ്സ് ഏതൊക്കെയായിരുന്നു പാരാമീറ്റേഴ്സ്? നിങ്ങൾ മാക്സിമം ഓഡിയോ മ്യൂട്ട് ചെയ്ത് കേട്ടോ, സംസാരിക്കുമ്പോൾ മാത്രം അൺമ്യൂട്ട് ചെയ്താൽ മതി, അപ്പൊ തന്നെ വീണ്ടും മ്യൂട്ട് ചെയ്യുക. ഓക്കെ, വേരിയസ് പാരാമീറ്റേഴ്സ് നമ്മൾ കണ്ടു. അറൈവൽ ടൈം, ബേർസ്റ്റ് ടൈം, കംപ്ലീഷൻ ടൈം, ടേൺ അറൗണ്ട് ടൈം, വെയിറ്റിംഗ് ടൈം, റെസ്പോൺസ് ടൈം അല്ലേ. ഇതെല്ലാം എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തായിരുന്നു. എന്തൊക്കെയായിരുന്നു? അറൈവൽ ടൈം എന്ന് പറയുന്നത് ഒരു പ്രോസസ്സിന്റെ എപ്പോഴാണോ അത് നമ്മുടെ റെഡി ക്യൂവിലേക്ക് എത്തുന്ന സമയം അല്ലെ. അറൈവൽ ടൈം എന്ന് പറഞ്ഞാൽ റെഡി ക്യൂ എവിടെയാണ് ഉള്ളത്? റെഡി ക്യൂ മെയിൻ മെമ്മറിയിലാണ് ഉള്ളത്. ഓക്കെ, ഡിവൈസ് ക്യൂ എവിടെയാണ് ഉള്ളത്? ഡിവൈസ് ക്യൂ ഓരോ ഡിവൈസസിനും അവരുടെ സ്വന്തം ഡിവൈസ് ക്യൂ ഉണ്ടാവും. ആ ഡിവൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരെല്ലാവരും അവരുടെ PCB ആണ് ഈ ക്യൂവിൽ ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ ഒരു പ്രോസസ്സിനെ എങ്ങനെ നമ്മൾ ക്യൂവിൽ നിർത്താൻ പറ്റുക? ആ പ്രോസസ്സിന്റെ PCB ആ ക്യൂവിൽ കൊണ്ടുവെക്കുക, എന്നിട്ട് ആ PCBയിൽ നിന്ന് അടുത്ത PCBയിലേക്ക് ഒരു പോയിന്റർ കൊടുക്കുക. ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ഇംപ്ലിമെന്റേഷൻ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അറൈവൽ ടൈം കണ്ടു. ബേർസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രോസസ്സ് IO ബേർസ്റ്റിന്റെയും CPU ബേർസ്റ്റിന്റെയും ഒരു മിക്സ്ഡ് ആയിരിക്കും. ഒരു മിക്സ്ചർ ആയിരിക്കും അല്ലെ. അത് ആരാ സെലക്ട് ചെയ്യുന്നത്? അത് ആ റൈറ്റ് മിക്സിൽ മാത്രമേ നമ്മുടെ ലോങ് ടേം ഷെഡ്യൂളർ അത് നമ്മുടെ മെയിൻ മെമ്മറിയിലേക്ക് കൊണ്ടുവരുള്ളൂ. അപ്പൊ ലോങ് ടൈം ഷെഡ്യൂളർ ആണ് തീരുമാനിക്കുന്നത് റൈറ്റ് മിക്സ്ചർ ഓഫ് IOയും CPU ബേസ്റ്റും IO ബേസ്റ്റും ഉണ്ടോ എന്ന് ലോങ് ടൈം ഷെഡ്യൂളർ തീരുമാനിച്ച് പുള്ളിക്കാരനാണ് കൊണ്ടുവരുന്നത്. മാക്സിമം അത് നല്ലൊരു റൈറ്റ് മിക്സിലായിരിക്കും എങ്ങോട്ട് കൊണ്ടുവരിക. IO ബേസ്റ്റ് CPU ബേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? IO ബേസ്റ്റ് CPU ബേസ്റ്റ് എന്ന് പറഞ്ഞാൽ IOയ്ക്ക് വേണ്ടി ആ പ്രോസസ്സ് എത്ര നേരം IOയ്ക്ക് വേണ്ടി പോകുന്നു, എത്ര നേരം നമ്മൾ CPU ഓപ്പറേഷൻസിന് വേണ്ടി പോകുന്നു അല്ലെ. അപ്പൊ ഏതൊരു പ്രോസസ്സ് എടുത്താലും നമുക്ക് IO ബൗണ്ട് പ്രോസസ് എന്നും CPU ബൗണ്ട് പ്രോസസ് എന്നും ഒക്കെ പറയാം അല്ലെ. IO ബൗണ്ട് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? IO ബൗണ്ട് പ്രോസസ് എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കൂടുതൽ സമയം IO ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അല്ലെ. ഓക്കെ, അപ്പം CPU ബൗണ്ട് ഓപ്പറേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? ആ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കൂടുതൽ സമയം അതിന് CPU ആണ് വേണ്ടത്, IOയെക്കാളും കൂടുതൽ ആണ് വേണ്ടത്. അപ്പം ഇതിന്റെ ഒരു റൈറ്റ് മിക്സ്ചർ ആയിരിക്കും നമ്മൾ ആര് കൊണ്ടുവന്നിരിക്കുന്നത്. എപ്പോഴും അങ്ങനെ സാധിക്കണമെന്നില്ല. ലോങ് ടേം ഷെഡ്യൂളർ നമ്മുടെ റെഡി ക്യൂയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ആ ബേർസ്റ്റ് ടൈം എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ബേർസ്റ്റ് ടൈം ഉണ്ട്. CPU ബേർസ്റ്റ് ടൈം ഉണ്ട്, IO ബേർസ്റ്റ് ടൈം ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് എല്ലായിടത്തും നമ്മൾ കാണാൻ പോകുന്നത് CPU ബേർസ്റ്റ് ടൈം ആണ് കേട്ടോ. ഓക്കെ, അപ്പം CPU ബേർസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര സമയം നിങ്ങൾക്ക് CPU വേണം? 5 മില്ലി സെക്കൻഡ്. ആ ടൈമിന്റെ യൂണിറ്റ് അവിടെ സിഗ്നിഫിക്കന്റ് അല്ല. അത് ഒരു ടെക്സ്റ്റിൽ നമ്മളത് പറയുന്നില്ല. അപ്പം നമ്മൾ നോർമലി ഒരു നമ്പറാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ചിലപ്പോൾ അത് മില്ലി സെക്കൻഡ് ആവാം, ചിലപ്പോൾ അത് മൈക്രോ സെക്കൻഡ് ആവാം, അത് നമ്മൾ ബോധർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ആ ബേർസ്റ്റ് ടൈം ചിലപ്പം 50 ആയിരിക്കും, അല്ലെങ്കിൽ 30 ആയിരിക്കും, അല്ലെങ്കിൽ 20 ആയിരിക്കും. അതിന്റെ അർത്ഥം 20 യൂണിറ്റ്സ് ഓഫ് CPU വേണമെന്ന്, അല്ലെങ്കിൽ ആ ടൈം 20 യൂണിറ്റ് ടൈം ഓഫ് CPU വേണമെന്ന്. ഓക്കെ, കംപ്ലീഷൻ ടൈം എന്ന് പറഞ്ഞാൽ അത് എപ്പോൾ തീരുന്നു. അപ്പം ഇതെല്ലാം വരുന്നത് ഗ്യാൻ ചാർട്ട് എന്ന് പറയുന്ന ചാർട്ടിലാണ് അല്ലെ. അപ്പൊ അവിടെ നമുക്ക് കംപ്ലീഷൻ ടൈം റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, അറൈവൽ ടൈം റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പ്രോബ്ലം നിങ്ങൾ ഓർത്ത് നോക്കുക. അപ്പോൾ ടേൺ അറൗണ്ട് ടൈം നമ്മൾ ഡിഫൈൻ ചെയ്തായിരുന്നു. ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സ് മൊത്തം ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര നേരം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ടേൺ അറൗണ്ട് ടൈം. ഓക്കെ, അതിന്റെ കംപ്ലീഷൻ ടൈം മൈനസ് എപ്പം അത് വന്നു, അറൈവൽ ടൈം. അതായത് മൊത്തം എത്ര സമയം അതിനു വേണ്ടി മെനക്കെട്ടു. അത് ആക്ച്വലി അത് മെനക്കെട്ടത് എന്തിനു വേണ്ടിയിട്ടാ? അത് ബേർസ്റ്റ് ടൈം CPUവിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് മെനക്കെട്ടത് അല്ലെ. അപ്പം മൊത്തം എപ്പം വന്നു അല്ലെ, എപ്പം പുറത്തിറങ്ങി പോകുന്നു മൈനസ് എപ്പം വന്നു, മൊത്തം സമയം മെനക്കെട്ടു. ഓക്കെ, ഇനി അതിൻ്റെ അകത്ത് വെയിറ്റിംഗ് ടൈം ഉണ്ട് അല്ലേ. അപ്പൊ ആ മൊത്തം നമ്മൾ മെനക്കെട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് സമയം നമുക്ക് CPU കിട്ടിയിട്ടുണ്ടാവും, കുറെ നമ്മൾ റെഡി ക്യൂയിലൊക്കെ വെയിറ്റിംഗ് ടൈമിലായി പോയിട്ടുണ്ടാവും അല്ലെ. അപ്പം ആ വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ടേൺ അറൗണ്ട് ടൈം, മൊത്തം എത്ര മെനക്കെട്ടു മൈനസ് ബേർസ്റ്റ് ടൈം ആണ്. ബാക്കി എല്ലാ സമയവും ഏതെങ്കിലുമൊക്കെ ക്യൂവിൽ നമ്മൾ വെയിറ്റിംഗിലായിരുന്നു, റെഡി ക്യൂയിലോ അല്ലെങ്കിൽ IO ക്യൂയിലോ ഒക്കെ നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു. ഓക്കെ, റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റെസ്പോൺസ് എപ്പം വരുന്നു, എപ്പം വന്നു, എപ്പം നിങ്ങൾക്ക് ആദ്യത്തെ റെസ്പോൺസ് കിട്ടി. അപ്പൊ ഫസ്റ്റ് റെസ്പോൺസ് മൈനസ് അറൈവൽ ടൈം ആണ്. ഈ 3 പാരാമീറ്റേഴ്സ് നിങ്ങൾ ഓർത്തു വെച്ചേക്കുക, നോട്ടിൽ എഴുതുക. ഇനി അങ്ങോട്ട് എല്ലാ പ്രോബ്ലത്തിലും ഇത് വേണം. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഒന്നുകൂടെ പറഞ്ഞത്
ഓക്കെ, അപ്പം ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം, വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേസ്റ്റ് ടൈം, റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റെസ്പോൺസ് മൈനസ് അറൈവൽ ടൈം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ആയിരുന്നു ആദ്യത്തെ അൽഗോരിതം കണ്ടത്. എല്ലാ അൽഗോരിതത്തിന്റെ ഓരോ പ്രോബ്ലം നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു ഐഡിയ കിട്ടും, എല്ലാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡിൽ 1-2 പ്രോബ്ലം കൂടുതൽ ഞാൻ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഓരോ കോൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യിപ്പിക്കുന്നത്, അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ക്രൈറ്റീരിയ അറൈവൽ ടൈം ആയിരുന്നു അല്ലേ, മോഡ് നോൺ പ്രിയംഷൻ ആയിരുന്നു. ഈ പ്രിയംഷൻ, ഈ ക്രൈറ്റീരിയ മോഡൊക്കെ വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ക്രൈറ്റീരിയ അറൈവൽ ടൈം ആയിരുന്നു, മോഡ് നോൺ പ്രിയംറ്റീവ് ആയിരുന്നു അല്ലെ. അപ്പൊ അത് നമ്മൾ ഗ്യാൻ ചാർട്ട് വെച്ചിട്ട് കംപ്ലീഷൻ, നമ്മൾ എന്താ പറഞ്ഞത്, കംപ്ലീഷൻ ടൈം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഗ്യാൻ ചാർട്ടിന്റെ പരിപാടി കഴിഞ്ഞു. ബാക്കിയെല്ലാം ഈ കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം, ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേസ്റ്റ് ടൈം, ഫസ്റ്റ് റെസ്പോൺസ് മൈനസ് അറൈവൽ ടൈം, ഇതെല്ലാം നമ്മൾ ആ ടേബിളിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത്. ഈ കംപ്ലീഷൻ ടൈം മാത്രം മതി നമുക്ക് ഗ്യാൻ ചാർട്ടിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കംപ്ലീഷൻ ടൈം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ അൽഗോരിതത്തിനും, ഇനി അങ്ങോട്ടുള്ള എന്തൊക്കെ അൽഗോരിതം നമ്മൾ പഠിച്ചാലും അതിന്റെയൊക്കെ ടേൺ അറൗണ്ട് ടൈം ഫൈൻഡിങ്ങും വെയിറ്റിംഗ് ടൈം ഫൈൻഡിങ്ങും റെസ്പോൺസ് ടൈം ഫൈൻഡിങ്ങും എല്ലാത്തിനും സെയിം മെത്തേഡാണ്. ഒരെണ്ണം പഠിച്ചാൽ എല്ലാത്തിനും അപ്ലൈ ചെയ്യാം. പക്ഷെ കംപ്ലീഷൻ ടൈം കണ്ടുപിടിക്കുന്നത് തെറ്റിപ്പോകാൻ സാധ്യത ഉണ്ട്, തെറ്റിക്കാൻ പാടില്ല അല്ലെ. ഓക്കെ, അപ്പൊ കംപ്ലീഷൻ ടൈം തെറ്റിക്കാതിരിക്കണമെങ്കിൽ ആ അൽഗോരിതം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ആ ടൈം ലൈനിൽ ഏതൊക്കെ പ്രോസസ്സാണ് വരുന്നതെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാവണം. ഓക്കെ, അപ്പൊ നമ്മൾ 2-3 പ്രോബ്ലംസ് FCFS ചെയ്തു. അതിനകത്ത് കോൺവോയ് എഫക്ട് എന്ന് പറഞ്ഞൊരു എഫക്ട് നമ്മൾ കണ്ടു. അതായത് ഒരു വലിയ, അത് FCFS-ലാണ് കാണുന്നത്, ഒരു വലിയ പ്രോസസ്സ് ചെറിയ പ്രോസസ്സുകളുടെ മുന്നേ കയറി പോയി കഴിഞ്ഞാൽ അതിന്റെ വെയിറ്റിംഗ് ടൈമും ആ മൊത്തം പ്രോസസ്സുകളുടെ വെയിറ്റിംഗ് ടൈമും ആവറേജ് ടേൺ അറൗണ്ട് ടൈമും ആവറേജ് വെയിറ്റിംഗ് ടൈമും ഡ്രാസ്റ്റിക്കലി കൂടും ഒരു വലിയ പ്രോസസ്സ് മുന്നേ കയറി പോയി കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺവോയ് എഫക്ട് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഓർത്തു വെക്കുക. കോൺവോയ് എന്ന് പറഞ്ഞാൽ കോൺവോയ് ഓഫ് വെഹിക്കിൾസ് ഒക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഓക്കെ, വലിയ മന്ത്രിമാരുടെയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെയോ പ്രസിഡന്റിന്റെയോ ഒക്കെ കോൺവോയ് ഓഫ് വെഹിക്കിൾസ് നമ്മൾ പറയും. അപ്പൊ അങ്ങനെ ഒരു ആൾക്കാർ, ഹൈ പ്രിഫറൻസ് ഉള്ള ആൾ കയറി പോയി കഴിഞ്ഞാൽ, അതിന് മുന്നേ നമ്മൾ പോയിരുന്നെങ്കിൽ ആ വണ്ടി തടയുന്നതിന് മുന്നേ നമ്മൾ പോയിരുന്നെങ്കിൽ നമ്മൾ പെട്ടെന്ന് വീട്ടിലെത്തിയേനെ. പക്ഷെ ഇവര് വരുന്ന സമയത്ത് നമ്മൾ അവിടെ പെട്ടുപോയി. അവിടെ പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു ഫിസിക്കൽ എക്സാമ്പിൾ വെച്ചിട്ട് കണക്ട് ചെയ്യുന്ന മറക്കില്ല. ഓക്കെ, അപ്പൊ ഇത് കാണപ്പെടുന്നത് FCFS-ലാണ് മെയിൻ ആയിട്ടും. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു വേരിയേഷനും കൂടെ ഇവിടുന്ന് വരാൻ സാധ്യതയുണ്ട്. ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്യാം, ഒരു ചെറിയ പ്രോബ്ലം കൂടെ ഇതിനകത്ത് ചെയ്യാം. ഒരു സെക്കൻഡ്. ഓക്കെ, ഇത് ചെയ്തോ, പെട്ടെന്ന് ചെയ്തോ. ചെറിയ പ്രോബ്ലമാ, FCFS തന്നെയാണ്. നമ്മുടെ PID, അറൈവൽ ടൈം, ബേസ്റ്റ് ടൈം, കംപ്ലീഷൻ ടൈം. ഓക്കെ, ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടുപിടിക്കണം. ടേൺ അറൗണ്ട് ടൈം, വെയിറ്റിംഗ് ടൈം, റെസ്പോൺസ് ടൈം നമുക്ക് വേണ്ട കേട്ടോ. ഇനി 2 പ്രോബ്ലം കൂടെ നമ്മൾ ടേൺ അറൗണ്ട് ടൈം, വെയിറ്റിംഗ് ടൈം ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടേൺ അറൗണ്ട് ടൈമും കണ്ടുപിടിക്കില്ല. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് പരിചയമാണ്. ഇന്നും കൂടെ നമ്മൾ ടേൺ അറൗണ്ട് ടൈം ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ പ്രോസസ് ID ഏതൊക്കെയാണ്? 1, 2, 3. 1, 2, 3. അറൈവൽ ടൈം 035. ബേസ്റ്റ് ടൈം 216. ചെയ്യാൻ നോക്കിക്കേ. കംപ്ലീഷൻ ടൈം കണ്ടുപിടിച്ചേ. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ആണ്. നിങ്ങൾ എല്ലാവരും ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് ചെയ്യുക. വെറുതെ മൊബൈൽ എടുത്ത് വെച്ചിട്ട് ഇരിക്കരുത്. അങ്ങനെയൊന്നും നമുക്കൊരു സിനിമ കാണുന്ന പോലെ ഇതൊക്കെ മറന്നു പോകും. അപ്പം നിങ്ങൾ ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് ഫുള്ളി ഇൻവോൾവ് ആവാൻ ശ്രമിക്കുക. അപ്പം ഞാൻ ആവശ്യത്തിന് സമയം തരും, നിങ്ങൾക്ക് അവിടെ നിന്ന് ചെയ്യാം. അപ്പം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്. വെറുതെ നമ്മൾ മൊബൈൽ എടുത്ത് വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പഠിക്കില്ല. അപ്പൊ അതുകൊണ്ട് ബുക്കും പേനയും എടുത്ത് വെച്ചിട്ട് ഞാൻ പറയുമ്പോൾ ചെയ്യാൻ ശ്രമിക്കുക. ചെയ്തോളൂ. ചെയ്തിട്ട് നിങ്ങളുടെ ആൻസർ പറഞ്ഞോ. കംപ്ലീഷൻ ടൈം, ടേൺ അറൗണ്ട് ടൈം ദിവ്യ പറയുന്നു 216 ആണ്. കംപ്ലീഷൻ ടൈം പറഞ്ഞാൽ മതി. കംപ്ലീഷൻ ടൈം ദിവ്യ. കംപ്ലീഷൻ ടൈം 2411 അല്ലേ? എല്ലാവരും കംപ്ലീഷൻ ടൈം പറയുക കേട്ടോ. കംപ്ലീഷൻ ടൈം ആണ് നമുക്ക് അൾട്ടിമേറ്റ്ലി ആ ചാർട്ട് എന്ന് വേണ്ടത്. കംപ്ലീഷൻ ടൈം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാം കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം അല്ലേ? 2411 ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് അറിയാം എന്നുള്ളതാണ്. അപ്പം കിട്ടാത്തവർ ഒന്ന് നോക്കുക. നമ്മൾ ശരി, ഓക്കെ, നോക്കിക്കോ. എല്ലാവരും ബോർഡിലേക്ക് ശ്രദ്ധിക്കുക. നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന 0 എന്നാണ്.
1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യരുത്. കാരണം അതൊരു ടൈം ഡ്യൂറേഷനാണ്. അത് 0 എന്ന് പറയുന്ന ഒരു ഡ്യൂറേഷനിൽ നിന്ന് തുടങ്ങുക. അത് ഒരു മില്ലി സെക്കൻഡ് കഴിയുമ്പോഴേ അത് 1 മില്ലി സെക്കൻഡ് ആവുള്ളൂ. നിങ്ങൾക്ക് നേരെ 1 മില്ലി സെക്കൻഡിന് തുടങ്ങാൻ പറ്റില്ല. അപ്പോൾ 0ൽ നിന്ന് തുടങ്ങാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ 0ൽ നിന്ന് തുടങ്ങുന്നു. ഞാൻ 0ൽ നിന്ന് തുടങ്ങുമ്പോൾ അറൈവൽ ടൈം 0. കറന്റ്ലി ഇപ്പം വേറെ ആരും അറൈവൽ ആയിട്ടില്ല. ഓക്കെ, അറൈവൽ ആയിട്ടില്ല അല്ലേ? അപ്പൊ ആര് മാത്രമേ ഉള്ളൂ? പ്രോസസ് ID 1 മാത്രമേ ഉള്ളൂ അവിടെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് നോൺ പ്രിയംഷൻ ആണ്, പ്രിയംഷൻ ഇല്ല അല്ലെ? അപ്പൊ പ്രോസസ് ID 1 എവിടെ വരെ ചെയ്യും? 2 വരെ ചെയ്യും. പ്രോസസ് ID 1 P1. ഓക്കെ, ഇവിടെ P1 എന്ന് കൊടുക്കാം. പ്രോസസ് ID 1 P2 വരെ ചെയ്യും. അപ്പൊ 2 വരെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് അടുത്ത ഡിസിഷൻ എടുക്കണം അല്ലെ? അടുത്ത ഡിസിഷൻ എടുക്കണം. ടൈം ഇപ്പൊ 2 മണിയായി. അടുത്ത ഡിസിഷൻ എടുക്കണം. പക്ഷെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? 0 കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആള് വരുന്നത് നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ. 0 കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആള് വരുന്നത് 3ലാണ്. നമ്മളിപ്പോ സമയത്രേ? ഇപ്പൊ 2 മണിയായിട്ടുള്ളൂ. 3 മണിക്ക് വരുന്ന ആളെ ഇപ്പൊ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു മിനിറ്റ് നമ്മൾ അല്ലെങ്കിൽ 1 മണിക്കൂർ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അത് വെറുതെ പോവും ആ സമയം കേട്ടോ. അപ്പൊ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ 3 മണിയായപ്പോൾ ഒരാൾ വന്നു. 3 മണിയായി വന്നപ്പോൾ വേറെ കോമ്പറ്റീഷൻ ഒന്നുമില്ല, ഒരേ ഒരാളേ ഉള്ളൂ. ബേസ്റ്റ് ടൈം 1 ആണ്. അപ്പൊ നമുക്ക് അയാൾക്ക് അസൈൻ ചെയ്യാം അല്ലെ? 3 മുതൽ 4 വരെ അയാൾക്ക് പോകും. സോ P2 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ടൈം 4 ആയി, 4 മണിയായി. നിങ്ങൾ ആ ടൈം വെച്ചിട്ട് ഉദ്ദേശിക്കുക കേട്ടോ. 2 മണി, 3 മണി, 4 മണിയായി. 4 മണിക്ക് വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇവിടെ? 3 മണിക്ക് ഒരാൾ, 0 ടൈമിൽ ഒരാൾ വന്നു. 3 മണിക്ക് ഒരാൾ വന്നു. 4 മണിക്ക് ആരും വന്നിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ അവിടെ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്കത് വെയിറ്റ് ചെയ്യുക. 5 മണി വരെ വെയിറ്റ് ചെയ്യുക. 5 മണിക്ക് ഒരാൾ വന്നു. 5 മണിക്ക് വന്ന ആളുടെ കമ്പ്യൂട്ടർ എത്ര സമയം വേണം, അല്ലെങ്കിൽ CPU എത്ര സമയം വേണം? 6 ടൈം യൂണിറ്റ് വേണം. സോ 6 ഉം 5ഉം 11. 11ാമത്തെ ടൈം യൂണിറ്റിൽ നമ്മുടെ പരിപാടി മൊത്തം കഴിയും. ഇതാണ്, ഇങ്ങനെയാണ്. അതായത് ആ ഗ്യാപ്പ് വരുന്നത് ചിലർക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ വെറുതെ കൺഫ്യൂഷൻ ആവണ്ട. അവിടെ നമുക്ക് വരാത്ത സ്ഥിതിക്ക് നമുക്ക് അവിടെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ അതിന് വെറുതെ വിട്ടേക്കുക. അപ്പൊ നമ്മുടെ ആൻസർ P1 P2. നമ്മുടെ കംപ്ലീഷൻ ടൈം ഞാൻ എഴുതാം. കംപ്ലീഷൻ ടൈം P1ന്റെ കംപ്ലീഷൻ ടൈം വലത്തുനിന്ന് ഇടത്തോട്ട് സ്കാൻ ചെയ്യുക ഈ ചാർട്ടിനെ. P1 ഏറ്റവും അവസാനം വരുന്നത് എവിടെയാ? വലത്തുനിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ P1 ഏറ്റവും അവസാനം വരുന്നത് കംപ്ലീഷൻ അല്ലെ? 2 അല്ലെ? സോ P1ന്റെ കംപ്ലീഷൻ ടൈം എത്രയാ? 2. വലത്തുനിന്ന് ഇടത്തേക്ക് സ്കാൻ ചെയ്യുമ്പോൾ P2 അവസാനം വരുന്നതാണ്, അതിന്റെ കംപ്ലീഷൻ ടൈം 4. വലത്തുനിന്ന് ഇടത്തേക്ക് സ്കാൻ ചെയ്യുമ്പോൾ P3 അവസാനം വരുന്നതാണ്, അതിന്റെ കംപ്ലീഷൻ ടൈം. സോ 11. 2, 4, 11 അല്ലെ? ബാക്കിയെല്ലാം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു. ടേൺ അറൗണ്ട് ടൈമിന്റെ എങ്ങനെയാ കണ്ടുപിടിക്കുക? ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ ഈ കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം ആണ്. 2 - 0 അല്ലെ? കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം. വെയിറ്റിംഗ് ടൈം ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേസ്റ്റ് ടൈം ആണ് അല്ലെ? ഓക്കെ, അപ്പൊ ടേൺ അറൗണ്ട് ടൈം നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കിട്ടും? 2, 1, 6. നിങ്ങൾക്ക് പലർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ? 2, 1, 6 കിട്ടും. അതൊന്നുമില്ല, വെറുതെ മൈനസ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് കോൺസെപ്റ്റ് ഒന്നുമില്ല. ടേൺ അറൗണ്ട് ടൈം ഇവിടെ കിട്ടിയിരിക്കുന്ന കംപ്ലീഷൻ ടൈമിൽ നിന്ന് അറൈവൽ ടൈം മൈനസ് ചെയ്യുക. ഓരോന്നും ഇൻഡിവിജ്വൽ ആയിട്ട് മൈനസ് ചെയ്യുക കേട്ടോ. 4, 3, 11, 3 ഇൻഡിവിജ്വൽ ആയിട്ട് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് ഈ വാല്യൂ. ഓക്കെ, അതുപോലെ തന്നെ ടേൺ അറൗണ്ട് ടൈമിൽ നിന്ന് ബേസ്റ്റ് ടൈം മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് ഈ വാല്യൂ. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് കിട്ടും? നമ്മുടെ വെയിറ്റിംഗ് ടൈം ഏതൊക്കെ വരും? വെയിറ്റിംഗ് ടൈം എല്ലാവർക്കും 0, 0, 0 ആണ് കിട്ടിയത് അല്ലെ? 0 എപ്പോ വന്നു? അതെന്ന് പറഞ്ഞാൽ അത് വന്നപ്പോ തന്നെ എല്ലാവർക്കും CPU കിട്ടി. അതുകൊണ്ട് അത് വെയിറ്റ് ചെയ്യുന്നില്ല കേട്ടോ. 0, 0, 0. ആവറേജ് ടേൺ അറൗണ്ട് ടൈം ആർക്കെങ്കിലും കിട്ടിയോ? ആവറേജ്, ഇതിന്റെ ആവറേജും കണ്ടുപിടിക്കുക, ഇതിന്റെ ആവറേജും കണ്ടുപിടിക്കുക. സോ ആവറേജ് ടേൺ അറൗണ്ട് ടൈം നമുക്ക് എത്ര കിട്ടി? 3 കിട്ടി അല്ലേ? 3 കിട്ടി. ആവറേജ് വെയിറ്റിംഗ് ടൈം എത്ര കിട്ടി? 0 കിട്ടി. ക്ലിയർ ആണല്ലോ? ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ അടുത്ത അൽഗോരിതത്തിലേക്ക് പോവുക. ഈ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടുത്ത അൽഗോരിതത്തിലെ നമ്മൾ ഇനി കോൺസെൻട്രേറ്റ് ചെയ്തുള്ളൂ. ഈ പാരാമീറ്റേഴ്സ് നമ്മൾ ഇനി കോൺസെൻട്രേറ്റ് ചെയ്യില്ല. ഈ പാരാമീറ്റേഴ്സിന്റെ കേസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. അടുത്ത അൽഗോരിതം മുതൽ അൽഗോരിതത്തിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്, പാരാമീറ്റേഴ്സിലായിരിക്കില്ല. അതായത് കംപ്ലീഷൻ ടൈം, ടേൺ അറൗണ്ട് ടൈം, അത് എന്തുകൊണ്ടാണ് മൈനസ് വന്നത്, ഇങ്ങനെയാണ് അങ്ങനെയാണ്, അതൊക്കെ ക്ലിയർ ആക്കിക്കണം. ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോണം. ഓക്കെ ആണല്ലോ? യെസ് അടിച്ച എല്ലാവരും? ഓക്കെ ആണെങ്കിൽ ഒന്ന് യെസ് അടിച്ച് അടുത്ത സ്ലൈഡ് എടുക്കാം, അടുത്ത അൽഗോരിതം എടുക്കാം. സർ, ഒരു ഡൗട്ട്. പറഞ്ഞു. ഈ അറൈവൽ ടൈം തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് വന്ന അതേ ഓർഡറിൽ തന്നെയല്ലേ പ്രോസസ് ചെയ്യാം? എങ്ങനെ ഒന്നുകൂടെ പറഞ്ഞേ? അറൈവൽ ടൈം സാധാരണ തരാറില്ലാത്തൊരവസ്ഥ കണ്ടിട്ടില്ല ഇതുവരെ.
അറൈവൽ ടൈം കിട്ടിയേ പറ്റൂ. ഇനി അതല്ലെങ്കിൽ അങ്ങനെ തന്നില്ലെങ്കിൽ എല്ലാം ഒരേ സമയത്ത് വന്നു എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അവിടെ അപ്പൊ പ്രശ്നമാവും. ഫസ്റ്റ് കം നമുക്ക് ടൈ ബ്രേക്ക് എല്ലാം ഒരേ സമയത്ത് വന്നു എന്ന് പറഞ്ഞാൽ അത് ടൈ എങ്ങനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് പ്രശ്നം അല്ലെ. അപ്പൊ നമുക്ക് സാധാരണ ടൈ ബ്രേക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് FCFS ആണ്. അതായത് എപ്പം വന്നു എന്നുള്ളതിന് ബേസ് ചെയ്തിട്ട് നമ്മൾ ടൈ ബ്രേക്ക് ചെയ്യും. ആദ്യം വന്നാൾ ആദ്യം കൊടുക്കും അല്ലെ. FCFSൽ സെയിം അറൈവൽ ടൈം വന്നാൽ നമ്മൾ പിന്നെ എങ്ങനെ ബ്രേക്ക് ചെയ്യും? FCFSൽ സെയിം അറൈവൽ ടൈം വന്നാൽ എങ്ങനെ ബ്രേക്ക് ചെയ്യും? എന്നാലും നമ്മൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. എങ്ങനെ ബ്രേക്ക് ചെയ്യും? ഒന്ന് ടൈപ്പ് ചെയ്ത് അറിയുന്നവർ ടൈപ്പ് ചെയ്ത് പ്രോസസ് ID അതല്ലേ. പ്രോസസ് ID എന്തായാലും യൂണീക്ക് ആയിരിക്കും. അത് യൂണീക്ക് ആയിരിക്കും. അപ്പൊ അവിടെ കൺഫ്യൂഷൻ വരില്ലല്ലോ. ചെറിയ പ്രോസസ് ID ആദ്യം ചെയ്യുക, അതിന്റെ അടുത്ത് ആദ്യം ചെയ്യുക. അതെല്ലാവർക്കും ഒരു ഡിഫറെന്റ് നമ്പർ ആയിരിക്കും. അവിടെ എന്തായാലും എന്ത് വരില്ല, ടൈ വരില്ല കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഫൈൻ. സോ അടുത്ത സ്ലൈഡ് എടുക്കാം നമുക്ക്. അടുത്തത് നമുക്ക് അടുത്ത അൽഗോരിതം ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. നമ്മൾ സ്നേഹപൂർവ്വം അതിനെ SJF എന്ന് വിളിക്കും അല്ലെ. SJF. ഇതിന്റെ ക്രൈറ്റീരിയയും മോഡും ഒക്കെ ഒന്ന് പറയാമോ? ഇതിനെ ബേസ് ചെയ്തിട്ടൊക്കെ PSC ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് കേട്ടോ. ക്രൈറ്റീരിയ പറയണം, മോഡ് പറയണം. ക്രൈറ്റീരിയ പറഞ്ഞു. ക്രൈറ്റീരിയ ബേസ്റ്റ് ടൈമിനെ ബേസ് ചെയ്തത് അല്ലെ. ഷോർട്ടസ്റ്റ് ബേസ്റ്റ് ടൈം ആയിരിക്കും എപ്പോഴും. അതിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ. നേരത്തെ നമ്മൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് അറൈവൽ ടൈമിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ബേസ്റ്റ് ടൈമിനെ ബേസ് ചെയ്തിട്ടാണ്. മോഡ് എന്താ? ഇത് നോൺ പ്രിയംഷൻ. ഇത് പല ക്വസ്റ്റ്യനും കണ്ടിട്ടുണ്ട്. അതായത് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്, പ്രിയംഷൻ, നോൺ പ്രിയംഷൻ മാത്രമേ ഉള്ളൂ. ഈ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റിന് പ്രിയംഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് ആയി മാറും, SRTF ആയി മാറും. അതായത് വെറുതെ SJF എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് അറിഞ്ഞുണ്ടാക്കി ചിലപ്പോൾ PSCയുടെ കീ ഒക്കെ തെറ്റായിരിക്കും. വെറുതെ SJF എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് അത് നോൺ പ്രിയംഷൻ ആണ്, അതിന് പ്രിയംഷൻ ഇല്ല. പക്ഷേ പ്രിയംറ്റീവ് വേർഷൻ ഓഫ് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ആണ് SRTF, ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ്. അത് വേറെ അൽഗോരിതമാണ്. ഓക്കെ, ഇനിയിപ്പോൾ അവരിത് രണ്ടും സെയിം ആയിട്ട് കണ്ടിട്ട് നോൺ പ്രിയംഷൻ പറ്റുമോ എന്നൊക്കെ നോക്കിയാൽ ചിലപ്പോൾ പറ്റുമോ, അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷേ SJF എന്ന് തന്നിട്ട് അത് പ്രിയംറ്റീവ് അൽഗോരിതം ആണോ നോൺ പ്രിയംറ്റീവ് അൽഗോരിതം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോൺ പ്രിയംറ്റീവ് അൽഗോരിതം ആണ്. SRTF ആണ് അത് പ്രിയംറ്റീവ് അൽഗോരിതം. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ നോക്കാം കേട്ടോ. അപ്പൊ മോഡ് എന്താ? മോഡ് നോൺ പ്രിയംറ്റീവ് ആണ് അല്ലെ. നോൺ പ്രിയംറ്റീവ്. ഓക്കെ, നോൺ പ്രിയംറ്റീവ് ആണ്. ഇനി നമുക്ക് അതിന്റെ പാരാമീറ്റേഴ്സ് ഒക്കെ എഴുതാന്നിട്ട് ഇപ്പൊ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ അതിന്റെ പാരാമീറ്റേഴ്സ് പ്രോസസ് ID, അറൈവൽ ടൈം, ബേസ്റ്റ് ടൈം, കംപ്ലീഷൻ ടൈം. ഇത് ബാക്കിയെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം ഇതിന്റെ പ്രോസസ് ID (1, 2, 3, 4, 5). 1, 2, 3, 4, 5. Arrival time 1, 2, 3, 4, 5. 1, 2, 3, 4, 5. Burst time 7, 5, 1, 2, 8. 7, 5, 1, 2, 8. 7, 5, 1, 2, 8. ഓക്കെ, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് അറിയുന്നവര് ഓൾറെഡി ഇത് ചെയ്യാൻ പറ്റും സാർ, എനിക്ക് കുഴപ്പമില്ല എന്നുള്ളവർ നിങ്ങൾ ചെയ്തു തുടങ്ങിക്കോ. ഓക്കെ, അത് കുറച്ച് നാളായി ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിച്ചിട്ട് ഷോർട്ടസ്റ്റ് ജോബ് മറന്നുപോയി സാറേ എന്നുള്ളവർ ബോർഡിലേക്ക് നോക്കിയോ കേട്ടോ. നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീഷൻ ടൈം അറിയുന്നവർ കംപ്ലീഷൻ ടൈം കണ്ടുപിടിക്കുക, ടൈപ്പ് ചെയ്യുക. കൂടാതെ ടേൺ അറൗണ്ട് ടൈമും വെയിറ്റിംഗ് ടൈമും കണ്ടുപിടിച്ച് അതിന്റെ ആവറേജും കണ്ടുപിടിച്ച് വെച്ചേക്കുക അറിയുന്നവർ കേട്ടോ. അറിയാത്തവർ ബോർഡിലേക്ക് നോക്കിയിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്കിത് ചെയ്യണം. ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ആണ്, അതായത് ചെറിയ ബേസ്റ്റ് ടൈം ഉള്ളവർക്ക് നമ്മൾ ആദ്യം കൊടുക്കും അല്ലെ. ഫൈൻ. അപ്പൊ നമുക്ക് പടം വരയ്ക്കാം. അപ്പൊ ഇവിടെ നമ്മള് 0-ൽ നിന്ന് തുടങ്ങുന്നു. ഓക്കെ, അപ്പം 0th ടൈമില് സ്മിത ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. സ്മിത, ദിവ്യയൊക്കെ. ഓക്കെ, ഫൈൻ. 0th ടൈമില് നമുക്ക് ഒരു പ്രോസസ്സ് പോലും വന്നിട്ടില്ല.
ഒരു പ്രോസസ്സ് പോലും വന്നിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും അൽഗോരിതം തുടങ്ങാൻ പറ്റുമോ? പ്രോസസ്സ് ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഷെഡ്യൂൾ ചെയ്യും? നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴാണ് പ്രോസസ്സ് വന്നേക്കുന്നത്? ആദ്യത്തെ പ്രോസസ്സ് വന്നിരിക്കുന്നത് അറൈവൽ ടൈമിലാണ്, അല്ലെ? അറൈവൽ ടൈം 1-ലാണ്, അല്ലെ? അപ്പം നമുക്ക് ആ 1 വരെ വെയിറ്റ് ചെയ്തേ പറ്റൂ അവിടെ, കേട്ടോ. 1 വരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ 1 ആയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? 1 ആയപ്പോഴത്തേക്ക് നമ്മുടെ പ്രോസസ്സ് P1 വന്നു. ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ആണ്. അപ്പം 1 ആയപ്പോൾ P1 വന്നു. അപ്പൊ P1ന്റെ സൈസ്, അപ്പൊ ഇയാളെത്തി കേട്ടോ, ഇയാളെത്തി. അതിന്റെ ബേസ്റ്റ് ടൈം എന്ന് പറയുന്നത് 7 ആണ്, അല്ലെ? ഇതിന്റെ ബേസ്റ്റ് ടൈം 7 ആണ്. 7 ആയതുകൊണ്ട് തന്നെ ഇവിടെ നോൺ പ്രിയംഷനും ആണ്. നോൺ പ്രിയംഷൻ ആണെങ്കിൽ ഒരിക്കൽ 7 കയറി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഇടയ്ക്ക് വേറെ ആരെങ്കിലും വന്നിട്ട് അവനെ പുൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെ? അപ്പൊ 1 മുതൽ 1 + 7, ബേസ്റ്റ് ടൈം 7 അല്ലേ? 7 ടൈം യൂണിറ്റ് അതിന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ സമയം എത്രയായി? ഇപ്പം 1 + 7 8 സമയം, കേട്ടോ. അപ്പം ഇവിടെ 8. അപ്പൊ ഇവിടുന്ന് നമ്മൾ അത് ചെയ്യുക. അപ്പൊ ഇവിടുന്ന് 1 മുതൽ 8 വരെ ആർക്ക് കൊടുത്തു? P1 കൊടുത്തു. ഓക്കെ, ഇപ്പൊ സമയം 8 മണിയായി. 8 മണിയായപ്പോൾ ഏതൊക്കെ പ്രോസസ്സുകൾ വന്നു? ബാക്കി എല്ലാ പ്രോസസ്സും വന്നു. ഇനിയിപ്പോ നോക്കിക്കേ, ഇവൻ വന്നു, ഇവൻ ചെയ്തു, ഇവൻ പോയി, ഇവന്റെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇവന്റെ പരിപാടി കഴിഞ്ഞു. ബാക്കി പ്രോസസ് ID 2ഉം 3ഉം 4ഉം 5ഉം വന്നിട്ടുണ്ട്. കാരണം എന്താ? അറൈവൽ ടൈം നമുക്ക് ഇപ്പൊ സമയം 8 മണിയാണ്. 2 മണിക്ക് ഒരാൾ വന്നു, 3 മണിക്ക് ഒരാൾ വന്നു, 4 മണിക്ക് ഒരാൾ വന്നു, 5 മണിക്ക് ഒരാൾ വന്നു, അല്ലെ? അപ്പൊ ആ വന്ന ആൾക്കാരൊക്കെ ഇവിടെ റെഡിയായി, റെഡി ക്യൂയിൽ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ 8 മണിയായി. അപ്പൊ നമുക്ക് ഇനി ഷെഡ്യൂൾ ചെയ്യണം. ഇനി ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് അവിടെ അൽഗോരിതം അതിന്റെ തനി നിറം കാണിക്കും. എങ്ങനെയാണ് വരിക? ആ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ആരെങ്കിലും ഒരാളെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുള്ളൂ. ആ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ബേസ്റ്റ് ടൈം ഉള്ളതിനെയാണ് ഷെഡ്യൂൾ ചെയ്യുക. അപ്പൊ ആരാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ബേസ്റ്റ് ടൈം ഉള്ളത്? P3 ആണ്, അല്ലെ? ഇവിടെ 5, 1, 2, 8 ആണ്. അക്കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ബേസ്റ്റ് ടൈം ഉള്ളത് 1 ആണ്. അത് P3 ആണ്, അല്ലെ? P3 ആണ്. സോ അയാൾ എത്ര നേരം ചെയ്യും? അയാള് 1 ടൈം യൂണിറ്റ് എടുക്കും അത് കഴിയാനായിട്ട്. അപ്പോൾ P3 കഴിഞ്ഞു. ഓക്കെ, P3 കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 1 ടൈം യൂണിറ്റിൽ P3 കഴിഞ്ഞു. അപ്പൊ ഓക്കെ, P3 കഴിഞ്ഞെങ്കിൽ ഹാപ്പി, നമ്മൾ അതിനെയും കട്ട് ചെയ്തോളാം. ഇനി നമുക്ക് 3 കോമ്പറ്റീഷനുള്ളൂ, 3 പേരെ കോമ്പീറ്റ് ചെയ്യുന്നുള്ളൂ, അല്ലെ? എല്ലാവരും ഓൾറെഡി എത്തിയിട്ടുണ്ട്. ഇനി എല്ലാവരും ഓൾറെഡി എത്തിയിട്ടില്ലാത്ത അവസ്ഥയിലൊക്കെ ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും. ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പം ഇവിടെ എല്ലാവരും എത്തിയ സ്ഥിതിക്ക് ബാക്കിയുള്ളവരുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ബേസ്റ്റ് ടൈം ആവശ്യമുള്ളത് ആരാണ്? 5, 2, 8. അക്കൂട്ടത്തിൽ 2 ആണ് ചെറുത്, അല്ലെ? 2 ആണ് ചെറുത്. അതുകൊണ്ട് നമുക്ക് P4 അസൈൻ ചെയ്യാം 2 ടൈം യൂണിറ്റ്. P4 2 ടൈം യൂണിറ്റ്, അതായത് 9ഉം 2ഉം, അല്ലെ? 9ഉം 2ഉം 11 ടൈം യൂണിറ്റ് ആവുന്ന വരെ നമുക്ക് എന്ത് ചെയ്യാം? 11 ടൈം യൂണിറ്റ് ആവുന്നത് വരെ 9ഉം, അല്ലെ? അതിന് കൊടുക്കാം. അത് P4 ആണ്. അപ്പൊ അത് കഴിഞ്ഞു. P4 കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യണ്ടേ? ഇനി 5ഉം 8ഉം ആണ് ബാക്കിയുള്ളത്. അക്കൂട്ടത്തിൽ 5ഉം 8നും കൂട്ടത്തിൽ 5 ആണ് ചെറുത്. അപ്പൊ P2 എത്ര കൊടുക്കാം? 5 കൊടുക്കണം, അല്ലെ? 11 + 5. 11 + 5 എത്രയാ? 16. 11 + 5 16. അത് ആർക്ക് കൊടുത്തു? P2 കൊടുത്തു. P2 പണി കഴിഞ്ഞു, അല്ലെ? ഇനി ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ. അയാൾക്ക് എത്ര ടൈം യൂണിറ്റ് വേണം? 8 ടൈം യൂണിറ്റ് വേണം. സോ 16 + 8. 16 + 8 എത്രയാ? 24. 24. ആരൊക്കെയാണ് അത് ചെയ്യുന്നത്? P5. ഇത്രയും പരിപാടിയേ ഉള്ളൂ. ഈ ചാർട്ട് കറക്റ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. കംപ്ലീഷൻ ടൈം നോക്കിക്കോളുക. കംപ്ലീഷൻ ടൈം നമുക്ക് ഈ ചാർട്ടിൽ നിന്ന് തന്നെ എഴുതാം, അല്ലെ? സ്കാൻ ഗാൻ ചാർട്ട് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. P1 എവിടെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്? 8ലാണ്. സോ P1 8ലാണ്. P2 16, P3 9, P4 11, P5 24. ഓക്കെ, ഇനി കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടേൺ അറൗണ്ട് ടൈം കിട്ടും, അല്ലെ? ടേൺ അറൗണ്ട് ടൈം കിട്ടും. ഇനി ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേസ്റ്റ് ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വെയിറ്റിംഗ് ടൈം കിട്ടും, അല്ലെ? റെസ്പോൺസ് ടൈമിന്റെ ആവശ്യമില്ല. ടേൺ അറൗണ്ട് ടൈം വെയിറ്റിംഗ് ടൈമാണ് മാക്സിമം ചോദിക്കുന്നത്. അപ്പൊ ടേൺ അറൗണ്ട് ടൈമിന്റെ വാല്യൂസ് എന്തൊക്കെ കിട്ടി നിങ്ങൾക്ക്?
ഈ നമ്പർ കംപ്ലീഷൻ ടൈം എല്ലാം കറക്റ്റ് ആണല്ലോ അല്ലേ? 8:16 നിങ്ങൾക്ക് അത് തന്നെയാണല്ലോ കിട്ടിയത്. 8:16, 9, 11, 24. ഓക്കെ. അപ്പൊ ടേൺ അറൗണ്ട് ടൈം നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും? 7:14. അത് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ, മൈനസ് ചെയ്ത് നോക്കുക. മൈനസ് മാത്രമേ ഉള്ളൂ, അവിടെ ഞാൻ ചെയ്യാനൊന്നുമില്ല. 7:14, 6, 7, 19. വെയിറ്റിംഗ് ടൈമോ? വെയിറ്റിംഗ് ടൈം 0, 9, 5, 5, 11. ഇത്രയാണ്. സോ ആവറേജ് എന്ത് കിട്ടും? ആവറേജ് ടേൺ അറൗണ്ട് ടൈമോ ആവറേജ് വെയിറ്റിംഗ് ടൈം? ആവറേജ് എത്ര കിട്ടി? ആവറേജ് 10.6 ആ കിട്ടുന്നു അല്ലേ? 10.6. വെയിറ്റിംഗ് ടൈം എത്ര കിട്ടി? ആവറേജ് 6 ആണോ? 6. ഇതാണ് ഐഡിയ. ഓക്കെ, വെരി ഗുഡ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായൊരു യെസ്, അതായത് വൈ എന്ന് അടിക്കൂ. കറക്റ്റ് ആയിട്ട് മനസ്സിലായി സാറേ, ഒരു പ്രശ്നമില്ല, എല്ലാം ക്ലിയർ ആണ്, മുന്നോട്ട് പോയിക്കോളൂ. വൈ മനസ്സിലായില്ലെങ്കിൽ എന്നെന്ന് അടിച്ചോളൂ. വൈ എന്ന് അടിച്ചോ എല്ലാവരും. അത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാവും. ഓക്കെ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ എനിക്കൊരു ഊർജ്ജം കിട്ടും ഇവിടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിപ്പിക്കുക, ഇതിനേക്കാൾ നന്നായിട്ട് പഠിപ്പിക്കാം. വെരി ഗുഡ്. ചോദിച്ചോ. ആദ്യമേ തന്നെ നമ്മൾ ഫസ്റ്റ് ടൈം എന്താണ് കമ്പയർ ചെയ്യാത്തത്? പ്രോസസ് 1 എടുത്ത് കഴിഞ്ഞിട്ടല്ല നമ്മൾ ഫസ്റ്റ് ടൈം കമ്പയർ? അതായത് അതെ, എല്ലാം കൂടെ വന്നു എന്നുള്ളൊരു അഭിപ്രായം ഇതിലല്ല. ആ സമയത്ത് നമ്മൾ 0th ടൈമിലല്ലേ നിൽക്കുന്നത്, നമ്മുടെ ടൈം ലൈൻ പ്രോഗ്രസ് ചെയ്യുന്ന 0 എന്നല്ലേ. അപ്പൊ ആ സമയത്ത് ഒന്നും വന്നിട്ടില്ലല്ലോ. നമുക്ക് ആ ടൈം ലൈനിൽ കയറി ചിന്തിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കണമെങ്കിൽ 5ാമത്തെ ടൈം ലൈനിൽ തുടങ്ങണം. 5ാമത്തെ ടൈം ലൈനിൽ വേണ്ട നമ്മൾ തുടങ്ങുന്ന 0ൽ. ടൈം ലൈൻ ഈ എക്സ് ആക്സിസ് ഇല്ലേ, എക്സ് ആക്സിസ് നമ്മൾ എപ്പോഴും തുടങ്ങുന്ന 0 എന്നല്ലേ? കാണുന്നുണ്ടോ? അപ്പൊ നമ്മൾ തുടങ്ങുന്നത് 5ൽ നിന്നായിരുന്നെങ്കിൽ എല്ലാം വന്നെന്ന് നമുക്ക് ചിന്തിക്കാമായിരുന്നു. ഇതിപ്പോ 5ൽ നിന്നല്ലല്ലോ നമ്മൾ തുടങ്ങുന്നത്, 0ൽ നിന്നല്ലേ തുടങ്ങുന്നത് കേട്ടോ. ഓക്കെ, വേറെ ഡൗട്ടൊന്നും ഇല്ലല്ലോ? ക്ലിയർ, വെരി ഗുഡ്. സോ നമുക്ക് അടുത്ത പ്രോബ്ലം എടുക്കാം. അടുത്തത് ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് ആണ് കേട്ടോ. ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ്. ഇത് നേരത്തെ അൽഗോരിതം SJFന്റെ പ്രീഎംപ്റ്റീവ് വേർഷനാണ്. ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ്. എന്റെ ചുരുക്ക പേര് SRTF എന്നാണ്. SRTF. ക്രൈറ്റീരിയ എന്താ? ക്രൈറ്റീരിയ മോഡ്. ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം നെക്സ്റ്റ് എന്നും പറയോ? അങ്ങനെ പല പേര് അങ്ങനെ വേണേ പറയാം. അത് ഒരു എന്താ പറയാ, ആ മീനിങ്ങിൽ എടുത്താൽ മതി കേട്ടോ. ഫസ്റ്റും നെക്സ്റ്റും പറയും കേട്ടോ. അതായത് ഇന്നതേ പറയാൻ പാടുള്ളൂ. നമ്മുടെ കേസിൽ PCBയുടെ കേസിൽ പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് എന്ന് പറയും, ടാസ്ക് കൺട്രോൾ ബ്ലോക്ക് എന്ന് പറയും. അപ്പൊ ആ ഒരു പേര് നോക്കിയിട്ട് അതുമായിട്ട് സിമിലാരിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. അതിനകത്ത് കോംപ്ലിക്കേഷൻ ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് എന്നും പറയാം, നെക്സ്റ്റ് എന്നും പറയാം കേട്ടോ. അത് ആ മീനിങ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ക്രൈറ്റീരിയ എന്താ? ബേസ് ടൈം അല്ലേ? ഓക്കെ, ബേസ് ടൈം. ക്രൈറ്റീരിയ ബേസ് ടൈം ആണ്. മോഡ് എന്താ? പ്രീഎംപ്റ്റീവ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ നമ്പർ എഴുതാം, നിങ്ങൾ ചെയ്തോ നോക്കട്ടെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അപ്പൊ ഇവിടെ പ്രോസസ് ID എഴുതാം, അറൈവൽ ടൈം, ബേഴ്സ് ടൈം. നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് കംപ്ലീഷൻ ടൈം, ടേൺ അറൗണ്ട് ടൈം, വെയിറ്റിംഗ് ടൈം കേട്ടോ. ഓക്കെ, അപ്പം പ്രോസസ് ID 1, 2, 3, 4, 5, 6. Arrival time 0, 1, 2, 3, 4, 5. 0, 1, 2, 3, 4, 5. Burst time 7, 5, 3, 1, 2, 1. 7, 5, 3, 1, 2, 1. 7, 5, 3, 1, 2, 1. ഓക്കെ, ചെയ്തോളൂ. ചെയ്യാൻ അറിയുന്നവരൊക്കെ തന്നെ ചെയ്തോളൂ. എന്നിട്ട് ആൻസർ ടൈപ്പ് ചെയ്തോ. ചെയ്യാൻ അറിഞ്ഞുകൂടെ സാറേ, ഇത് ഞാൻ മറന്നുപോയി, ഒന്ന് പറയൂ എന്നുള്ളവരൊക്കെ ബോർഡിലേക്ക് വ്യക്തമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. കൂട്ടത്തിൽ ഞാൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളും കൂടെ ചെയ്തു പോവുക കേട്ടോ. ഓക്കെ, ഫൈൻ.
അപ്പം ഇത് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ, കാരണം ഇത് സാധാരണ ഗേറ്റിനൊക്കെ ആണെങ്കിൽ അവരുടെ വീക്ക്നെസ് പ്രോബ്ലം ആണിത്. അതായത് എല്ലാ എക്സാമിനും ചോദിക്കുന്നത് ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ്, റൗണ്ട് റോബിൻ, അതായത് തെറ്റിക്കാൻ സാധ്യത ഉള്ളതാണ് ഈ ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റും റൗണ്ട് റോബിനും ലോങ്സ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റും ഒക്കെ. ഓക്കെ, അപ്പം തെറ്റിക്കാതെ ചെയ്യാം. ഫൈൻ. അപ്പൊ മറന്നുപോയത് നോക്കിക്കോ, ബോർഡിലേക്ക് നോക്കിക്കോ. എനിക്ക് എന്തായാലും ചാർട്ട് വേണം. ചാർട്ട് ഇല്ലാതെ നമുക്ക് കംപ്ലീഷൻ ടൈം കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാൻ ചാർട്ട് വരയ്ക്കുക. ഓക്കെ, ഞാൻ 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി നോക്കാം, അതൊരു കഥ പോലെ പഠിച്ചു വെച്ചേക്കാം. ഞാനിപ്പോൾ ടൈം ലൈൻ 0-ൽ നിൽക്കുക. ടൈം ലൈൻ 0-ൽ നിൽക്കുമ്പം കോമ്പറ്റീഷൻ ആരെങ്കിലും ഉണ്ടോ? കോമ്പറ്റീഷൻ ആരെങ്കിലും ഉണ്ടോ? ടൈം ലൈൻ 0-ൽ നിൽക്കുമ്പോൾ കോമ്പറ്റീഷൻ ആരെങ്കിലും ഉണ്ടോ? ഒരാൾ വന്നിട്ടുണ്ട് അല്ലെ? അയാൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അയാളെ ഷെഡ്യൂൾ ചെയ്തില്ല പറ്റുള്ളൂ. ഓക്കെ, പക്ഷേ ഇതൊരു പ്രീഎംപ്റ്റീവ് വേർഷൻ ആണ്. ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് ആണ് അല്ലെ? ഇനി അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ള സ്ഥിതിക്ക് അപ്പൊ എന്തായാലും ഇയാൾ വന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ അയാൾക്ക് ഒരു ടിക്ക് ഒന്ന് കൊടുത്തു കേട്ടോ. അയാൾ വന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ അയാൾക്ക് ഒരു ടിക്ക് കൊടുത്തു. ഓക്കെ, അപ്പം പ്രീഎംപ്റ്റീവ് വേർഷൻ ആണ്. അപ്പം അടുത്ത ആള് വന്നു കഴിഞ്ഞാൽ നമ്മൾ മാറിക്കൊടുക്കേണ്ടി വരും അല്ലെ? ഓക്കെ, അപ്പൊ അടുത്ത ആള് എപ്പം വരുന്നുണ്ടെന്ന് നോക്കുക. അടുത്ത അറൈവൽ ടൈം ആരെങ്കിലും വരുന്നുണ്ടോ? വന്നാൽ എപ്പോഴാണ് അയാൾ വന്നിരിക്കുന്നത് അതുവരെ നമ്മൾ സേഫാ അല്ലെ? അടുത്ത അറൈവൽ ടൈം എപ്പോഴാണ് വന്നിരിക്കുന്നത്? 1-ലാ വന്നിരിക്കുന്നത്. അപ്പൊ 1 വരെ നമ്മൾ സേഫാ. 1 വരെ നമ്മൾ സേഫ് ആയതുകൊണ്ട് അപ്പൊ തന്നെ നമ്മൾ 1 വരച്ചു. നമ്മൾ എന്ത് ചെയ്തു? അവിടം വരെ എന്ത് ചെയ്തു? ആർക്ക് കൊടുത്തു? T1-ന് കൊടുത്തു. ഇപ്പൊ സമയം 1 മണിയായി. ഇനി അങ്ങനെ ഒരെണ്ണം ചെയ്ത സ്ഥിതിക്ക് ഈ 7 മാറിയിട്ട് ഇപ്പൊ നമ്മൾ ഓൾറെഡി പ്രോസസ് P1 ഒരു ടൈം യൂണിറ്റ് ചെയ്ത് കഴിഞ്ഞില്ലേ? ഇനി ബാക്കി എത്ര റിമൈനിങ് ടൈം അല്ലേ? ബാക്കി എത്ര സമയമുണ്ട്? 6 അല്ലെ? അപ്പൊ 1 മൈനസ് ചെയ്ത് അവിടെ എഴുതിയാൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ 7 - 1 6 എന്ന് അവിടെ എഴുതി വെക്കുക, അല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയി പോകും. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ 1 മണിയായപ്പോ 2 പേര് കോമ്പറ്റീഷൻ ഉണ്ട്. ഈ 2 പേര് തമ്മിൽ കോമ്പറ്റീഷൻ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ കൂട്ടത്തിൽ ഈ അൽഗോരിതം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് ആരുടെയാ? 6 ഉണ്ട്. ഒരാൾക്ക് 6 ഉണ്ട് റിമൈനിങ് ടൈം, വേറൊരാൾക്ക് 2 പേരെ വന്നിട്ടുള്ളേ. 7 കുറഞ്ഞ 6 മാറിയായിരുന്നു ഒരാളുടെ, രണ്ടാമത്തെ ആളുടെ 5. 6ഉം 5ഉം ആ കൂട്ടത്തിൽ ചെറുതാരുടെയാ? 5-ന്റെയാ ചെറുത് അല്ലെ? അപ്പൊ 5-ന് നമ്മൾ അസൈൻ ചെയ്യും അല്ലെ? P2-ന് അസൈൻ ചെയ്യും. അടുത്ത അറൈവൽ ടൈം 2 വരെ ആയതുകൊണ്ട് 2 വരെ നമുക്ക് സേഫ് ആയിട്ട് പോകാം. 2 വരെ നമ്മൾ സേഫ് ആയിട്ട് പോകുന്നു. ആരെ നമ്മൾ അസൈൻ ചെയ്തു? P2-നെ അസൈൻ ചെയ്തു. ഇനി നമുക്ക് 2 ആയപ്പോഴത്തേക്ക് ഒരു ടൈം യൂണിറ്റ് P2 ചെയ്ത സ്ഥിതിക്ക് 5 - 1 നമ്മളിപ്പോ എന്താക്കി? 1 അവന് കിട്ടിയല്ലോ, അപ്പൊ 1 കുറയ്ക്കണ്ടേ? അപ്പൊ 4 ഇപ്പൊ സമയം 2 മണിയായി. ഈ അറൈവൽ ടൈം നോക്കുക. 2 മണിയായപ്പോൾ മൂന്നാമതൊരാളും കൂടെ എത്തി നമ്മുടെ കോമ്പറ്റീഷൻ അല്ലെ? മൂന്നാമതൊരാളും കൂടെ എത്തി. ഇപ്പൊ 3 പേര് കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു ഡിസിഷൻ എടുക്കണം. ആർക്കാ ഡിസിഷൻ എടുക്കണ്ടേ? CPU ഷെഡ്യൂളർ ഡിസിഷൻ എടുക്കണം. CPU ഷെഡ്യൂളർ എന്ന് പറയുന്നത് നമ്മുടെ വേറെ പേരെന്താ? ഷോർട്ട് ടേം ഷെഡ്യൂളർ അല്ലെ? അപ്പൊ ഷോർട്ട് ടേം ഷെഡ്യൂളറിന് ഒരു ഡിസിഷൻ ഇപ്പൊ എടുക്കണം. 3 പേര് സ്വന്തം റെഡി ക്യൂവിൽ കിടപ്പുണ്ട്. 3 പേര് ഇപ്പൊ CPU ഷെഡ്യൂളർ ഡിസിഷൻ എടുക്കും. ഓക്കെ, അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആരാ? ഡെസ്പാച്ചർ ആണ്. ഡെസ്പാച്ചർ ആണ് എന്ത് ചെയ്യുന്നത്? ഈ കോൺടാക്ട് സ്വിച്ചിങ്ങിന്റെ കാര്യങ്ങളൊക്കെ മേൽനോട്ടം നടത്തി ചെയ്യുന്നത്. അതായത് CPU ഷെഡ്യൂളർ പറയും ഓക്കെ ഇനി അടുത്ത ആള് ഇവനാണ്. അപ്പൊ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആള് ഡെസ്പാച്ചറാണ് കേട്ടോ. ഡെസ്പാച്ചറാണ്. അപ്പൊ അതൊന്ന് എഴുതി വെച്ചോ കേട്ടോ, അത് ചോദിക്കാം. ആ കോൺടാക്ട് സ്വിച്ചിങ് കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കുന്നത് ഡെസ്പാച്ചറാണ്. ഇത് ഇവൻ ഈ അൽഗോരിതത്തിൽ പറഞ്ഞു കൊടുക്കത്തേ ഉള്ളൂ. ഇനി നമ്മൾ വിടേണ്ടത് ഇവനെയാണ്. ഡെസ്പാച്ചറിനോട് പറയും. ഡെസ്പാച്ചറാണ് അത് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇവിടെ സമയം 2 മണിയായി. 3 പേര് കോമ്പറ്റീഷൻ ഉണ്ട്. ആ കൂട്ടത്തിൽ ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് അൽഗോരിതം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6 - 4 - 3 6 - 4 - 3 എന്ന് പറഞ്ഞാൽ റിമൈനിങ് ടൈം ആരുടെയാ? 3-ന്റെയാണ് അല്ലെ? അപ്പോൾ നമുക്ക് ആരാണ് ഇപ്പൊ പോകാനുള്ളത്? P3 ആണ് പോകേണ്ടത് അല്ലെ? P3 ആണ് പോകേണ്ടത്. അപ്പൊ P3 പോകേണ്ട സ്ഥിതിക്ക് അടുത്ത അറൈവൽ ടൈം നോക്കുക. എപ്പം വരെ P3ക്ക് പോകാമെന്ന് നോക്കുക. കാരണം എന്താ? അടുത്ത അറൈവൽ ടൈം ദൂരെയാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം എന്താ? P3ക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ വേറെ 2 പേര് അവിടെ ഇരിപ്പില്ലേ? നമ്മളിപ്പോ എടുത്തേക്കുന്ന ഷോർട്ടസ്റ്റ് ജോബ് അല്ലേ? അപ്പൊ ഒരു ടൈം യൂണിറ്റും കൂടെ കഴിഞ്ഞാലും അവൻ വീണ്ടും ഷോർട്ടറായി മാറിക്കൊണ്ടിരിക്കുമല്ലേ? അപ്പൊ ചലഞ്ച് ബാക്കി ഓൾറെഡി വന്നവരുടെ അടുത്ത് നമുക്ക് ചലഞ്ച് ഫേസ് ചെയ്യില്ല. പക്ഷെ ഇനി പുതിയതായിട്ട് ആരെങ്കിലും വന്നാൽ ചലഞ്ച് ഫേസ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ നോക്കുന്നത് ഇനി അടുത്ത ആൾ എപ്പോഴാ വരുന്നതെന്ന്. കാരണം ഷോർട്ടർ ജോബ് വീണ്ടും ഷോർട്ടർ ആയിക്കൊണ്ടിരിക്കുക. ഓൾറെഡി ഉണ്ടായിരുന്നവരെക്കാളും ഷോർട്ടർ ആയതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ചാൻസ് കിട്ടിയത്. ഇനി പുതിയൊരാൾ പുറത്തുനിന്ന് വരാതെ നമുക്ക് കോമ്പറ്റീഷൻ ഇല്ല. ഓക്കെ, അപ്പൊ നോക്കുക അറൈവൽ ടൈം. ഇനി അടുത്ത അറൈവൽ ടൈം 3-ല. അപ്പൊ 3 വരെ നമുക്ക് സേഫ് ആയിട്ട് പോകാമല്ലോ. അപ്പൊ നമ്മൾ 3 വരെ നമ്മൾ സേഫ് ആയിട്ട് പോകുന്നു. ആര് പോകുന്നു?
P3 പോകുന്നു. അങ്ങനെ 3 വരെ നമ്മൾ പോയി കഴിഞ്ഞാൽ P3യെ ഒന്ന് കുറച്ചിട്ട് 3 കുറച്ചിട്ട് നമ്മൾ ഒന്ന് 2 ആക്കും. 3 - 1 2 ആക്കി. ഇപ്പൊ സമയം 3 മണിയായി. ഒരാളും കൂടെ കോമ്പറ്റീഷൻ എത്തി. ആരാണ്? 4. ഓക്കെ, 4 കൂടെ കോമ്പറ്റീഷൻ എത്തി. അപ്പൊ നമ്മൾ നോക്കും. ഓക്കെ, ഇനി ആരുടെ റിമൈനിങ് ടൈം നോക്കും. 6 4 2 1 6 4 2 1. ഓക്കെ, ആ കൂട്ടത്തിൽ ഏറ്റവും ചെറുതാരാ? P4 ആണ്. ഓക്കെ, P4 ആണെങ്കിൽ ഇനി അടുത്ത വരാനിരിക്കുന്നത് 4ാമത്തെ ടൈം യൂണിറ്റിലാണ്. സോ P4ന് കൊടുക്കാം നമുക്ക്, അല്ലെ? P4ന് കൊടുക്കാം. P4ന് കൊടുത്തു. അങ്ങനെ P4ന് കൊടുത്താൽ P4ന്റെ 1 മാറിയിട്ട് എന്താവും? 0 ആവും. അതിന്റെ അർത്ഥം എന്താ? P4ന്റെ പണി കഴിഞ്ഞു. P4 ടെർമിനേറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി എന്നാണ്. അതിന്റെ അർത്ഥം അപ്പൊ എന്താ? ഇനി അവൻ നമുക്കൊരു കോമ്പറ്റീഷനേ അല്ല, അവന്റെ പരിപാടി കഴിഞ്ഞു. അവന്റെ പരിപാടി കഴിഞ്ഞു, അല്ലെ? P4 ഇനി കോമ്പറ്റീഷൻ ഇല്ല. ഓക്കെ, അപ്പം ടൈം ഇപ്പൊ 4 ആയി. ടൈം 4 ആയപ്പോഴത്തേക്ക് ഒരാളും കൂടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ആരാ? P5. ഓക്കെ, അക്കൂട്ടത്തിൽ ഇനി ഏറ്റവും ചെറുത് ആരുടെയാ നോക്ക്. ഇത് ഇവനെ നോക്കേണ്ട ആവശ്യമില്ല. അക്കൂട്ടത്തിൽ ഇനി ഏറ്റവും ചെറുത് 6 4 2 2. അപ്പൊ അവിടെ പ്രശ്നമായി. നോക്ക്, ഇവിടെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പം 4 മണിയായപ്പം ഞാൻ ടിക്കിട്ട 4 ആശാന്മാരും എത്തിയിട്ടുണ്ട്. ഞാൻ ടിക്കിട്ട 4 പേരും അവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ റിമൈനിങ് ടൈം 6 4 2 2 ആണ്. അപ്പൊ നോക്ക്, ഏറ്റവും ചെറുതാരുടെയാ? 2 അല്ലേ? 2 പേർക്കുണ്ട് അവിടെ. ഇയാൾക്കും ഉണ്ട്, ഇയാൾക്കും ഉണ്ട്. അപ്പൊ പിന്നെ ആരെന്ത് ചെയ്യും? അപ്പൊ ടൈ ബ്രേക്ക് ചെയ്യണം. അപ്പൊ അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഏത് അൽഗോരിതത്തിന്റെ ടൈ എങ്ങനെ, ഏത് അൽഗോരിതം ആണെങ്കിലും അതിന്റെ ടൈ ബ്രേക്ക് ചെയ്യുന്നത് FCFS വെച്ചിട്ടാണ്. ഇനി FCFS സെയിം ആയാൽ നമ്മൾ എന്ത് ചെയ്യും? പ്രോസസ് ID എടുക്കും, അല്ലെ? അപ്പൊ ഇവിടെ FCFS വെച്ച് നോക്കുവാണെങ്കിൽ ആർക്ക് ചാൻസ് കിട്ടും? ഈ രണ്ടിനെയും ഈ രണ്ടും സെയിം ആയതുകൊണ്ട് ആദ്യം വന്നത് ആരാന്ന് നോക്കും, അല്ലെ? ആദ്യം വന്ന ആരാ? P3 അല്ലേ? അപ്പൊ P3ക്ക് ചാൻസ് കിട്ടും. P3ക്ക് എത്ര നേരം ചാൻസ് കിട്ടും? P3 അടുത്ത ടൈം യൂണിറ്റ് വരെ സേഫാ. അടുത്ത ആള് ചിലപ്പോൾ കോമ്പറ്റീഷൻ ഉണ്ടായേക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ടൈം യൂണിറ്റ് വരെ നമ്മൾ P3ക്ക് അസൈൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇത് എന്തായി മാറി? 2 - 1 ആയി. ഇപ്പൊ 1 ആയി, അല്ലെ? ഓക്കെ, ഇപ്പൊ സമയം 5 മണിയായി. സമയം 5 മണിയായി. എല്ലാരും എത്തി. ഇനി നിങ്ങൾക്ക് ഒന്ന് റിലാക്സ് ചെയ്യാം. കാരണം എന്താ? ഈ എല്ലാരും എത്തുന്നവരെ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോവും. ഇനി ഈ സാധനം എന്തായി മാറി? ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ആയി മാറി. ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റിൽ നമ്മൾ ടെൻഷൻ എടുത്ത് ചെയ്യേണ്ടത് എല്ലാവരും എത്തുന്നവരെ മാത്രമാണ്. കാരണം എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചെറിയ ജോബ് എപ്പോഴും ചെറുതായിക്കൊണ്ടിരിക്കും. വേറെ കോമ്പറ്റീഷൻ ഇല്ലല്ലോ. ചെറിയ ആൾ എപ്പോഴും വീണ്ടും ചെറുതായിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് മറ്റേ നേരത്തെ ചെയ്ത അൽഗോരിതം മാതിരി തന്നെ ചെയ്യാം. ഓക്കെ, ഇപ്പൊ എല്ലാവരും എത്തിയ സ്ഥിതിക്ക് 5ാമത്തെ മണിക്കൂറാണ്. എല്ലാവരും എത്തി. ഇനി അപ്പൊ റിമൈനിങ് ടൈം ആരാ? ഇനി ടൈ ഉണ്ട് ഇവിടെ, അല്ലെ? ഇവിടെ 1 ഇവിടെ 1. സോ ടൈ ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ ബ്രേക്ക് ചെയ്യും? അറൈവൽ ടൈം വെച്ച് ബ്രേക്ക് ചെയ്യും. ആരാണ് ആദ്യം വന്നത്? P3 ആണ് ആദ്യം വന്നത്, അല്ലെ? ഇതുകൊണ്ട് അറൈവൽ ടൈം 2 അല്ലേ അവന്റെ? അപ്പൊ P3 ആണ് ആദ്യം വന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? P3ക്ക് വീണ്ടും കൊടുക്കും. P3 ഇനി മുതൽ നമുക്ക് എല്ലാം കൊടുത്ത് തീർക്കാം, അല്ലെ? ഇനി ആരും വരാനില്ലല്ലോ. ഇവൻ ഓൾറെഡി ചെറുതാ. അപ്പൊ ഇനി ഇവൻ ചെറുതായി കഴിഞ്ഞാൽ ഇനി അപ്പൊ വേറെ ആരും കോമ്പറ്റീഷൻ വരില്ല. അപ്പൊ ഇവനെ നമുക്ക് ചെയ്തങ്ങ് തീർക്കാം. അപ്പൊ P3 എന്തായി മാറി? P3 0 ആയി മാറി. P3ക്ക് ടൈം യൂണിറ്റ് 5, അല്ലെ? P3 ഇപ്പൊ ടൈം യൂണിറ്റ് 6 അല്ലേ? 6 ആവുമ്പോൾ P3 പരിപാടി കഴിഞ്ഞു. ഓക്കെ, ടൈം യൂണിറ്റ് 6 ആയി. P3 കഴിഞ്ഞു. P3 കഴിഞ്ഞ അവനെയും കട്ട് ചെയ്ത് കളഞ്ഞേക്കുക. ഓക്കെ, P3 കഴിഞ്ഞു. ഇനി ആരാ? ഇനി 1 നിൽക്കുന്നു, അല്ലെ? അപ്പൊ 1 നിൽക്കുന്നു. അപ്പൊ P6 ഒരു ടൈം യൂണിറ്റ് കൊടുക്കാം. സോ 7. അപ്പം P6ഉം കഴിഞ്ഞു. P6 കഴിഞ്ഞാൽ ഇതിനെ പിടിച്ച് 0 ആക്കുക. ഇത് മാറ്റിയിട്ട് എന്താക്കുക? കട്ട് ചെയ്ത് കളഞ്ഞേക്കുക. P6 കഴിഞ്ഞു. ഇനി ആരാ ബാക്കിയുള്ളത്? ഇനി നമുക്ക് 6 4 2. അപ്പൊ P5ന് കൊടുക്കാം. P5ന് 2 കൊടുക്കാം. സോ 9. P5 2 മാറിയിട്ട് എന്തായി മാറും? 0 ആയി മാറും, അല്ലെ? 0 ആയി മാറി. ഓക്കെ, അപ്പൊ P5 കഴിഞ്ഞു. ഇനി ആരാ ബാക്കിയുള്ളത്? 6 4 ബാക്കിയുണ്ട് ഇവിടെ, അല്ലെ? 6 റിമൈനിങ് ടൈം 6 4 ബാക്കിയുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ ചേർത്ത് 4 ആണ്. അപ്പൊ P2ന് കൊടുക്കാം. P2ന് 4 യൂണിറ്റ് കൊടുക്കാം. സോ 9 4 എത്രയാ? 13, അല്ലെ? 13. സോ P2 അവിടെ കഴിഞ്ഞു. അപ്പൊ P2നെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി കോമ്പറ്റീഷനേ ഇല്ല. ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ. അയാൾക്ക് 6 ടൈം യൂണിറ്റ് വേണം, അല്ലെ? 6 ടൈം യൂണിറ്റ് വേണം. സോ 13 6 എത്രയാ? 13 6 19, അല്ലെ? സോ 19. സോ P1, അല്ലെ? P1 കഴിഞ്ഞു. ഇത്രയും വലിയ പ്രോബ്ലം നിങ്ങൾക്ക് ചോദിക്കത്തില്ല. ഞാൻ ആ കോൺസെപ്റ്റ് പഠിപ്പിക്കാൻ വേണ്ടി ഒരു പ്രോബ്ലം എടുത്തതേ ഉള്ളൂ. ഇതിനേക്കാൾ ചെറിയ 2 3 വാല്യൂസ് ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ ചോദിക്കുള്ളൂ കേട്ടോ. ചോദിക്കുകയാണ്. കാരണം 1 മാർക്കിനല്ലേ.
പക്ഷെ ഒരു മൂന്ന് വാല്യൂസ് ഒക്കെ തന്നിട്ട് 1 മിനിറ്റിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. ഓക്കെ, സോ 13ഉം 6ഉം 19. സോ ഇത് എന്തായി മാറും? 0 ആയി. ഇപ്പൊ എല്ലാവരുടെയും പരിപാടി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ്. ഓക്കെ, ഇനി നോക്ക്, വലത്തുനിന്ന് ഇടത്തേക്ക് സ്കാൻ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം വരുന്ന വാല്യൂസ് അതാണ് നമ്മുടെ എന്ത് P1ന്റെ കംപ്ലീഷൻ ടൈം 19. വലത്തുനിന്ന് ഇടത്തേക്ക് സ്കാൻ ചെയ്യുമ്പോൾ അവസാനം വരുന്നത് അല്ലെ 19. P2 ഏറ്റവും അവസാനം P2 ഇവിടെ അല്ലേ വരുന്നത്, അപ്പൊ അതിന്റെ വാല്യൂ 13. P3 ഏറ്റവും അവസാനം വരുന്നത് ഇവിടെയാ അല്ലെ, സോ 6. P4 ഏറ്റവും അവസാനം വരുന്നത് എവിടെയാ? ഇവിടെയാ, അപ്പൊ എവിടെയാ? 4. P5 ഏറ്റവും അവസാനം വരുന്നത് എവിടെയാ? ഇവിടെയാ, സോ 9. P6 ഏറ്റവും അവസാനം വരുന്നത് ഇവിടെയാ, അപ്പൊ ഇവിടെ 7. കറക്റ്റ് ആണോ? 19, 13, 6, 4, 9, 7 കറക്റ്റ് ആണല്ലോ. കീർത്തി വാര്യർ കറക്റ്റ് ആയിട്ട് കിട്ടി. വേറെ പലർക്കും കിട്ടി, ഞാൻ അവരുടെ കണ്ടില്ല. സോ പലരും ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ടേൺ അറൗണ്ട് ടൈം ഒക്കെ ഇനി ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര എളുപ്പം. കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം എന്താണ്? ടേൺ അറൗണ്ട് ടൈം അല്ലെ. കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം. അതിന്റെ വാല്യൂസ് ഒക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് ടേൺ അറൗണ്ട് ടൈമിന്റെ വാല്യൂസ് എന്തൊക്കെയാണ് കിട്ടിയത്? എല്ലാം സെയിം ആണ്, നേരത്തെ അതേ പ്രോബ്ലം മാതിരി തന്നെയാ. സോ 19, 12, 4, 1, 5, 2. ആവറേജ് ടേൺ അറൗണ്ട് ടൈം എത്ര കിട്ടി? ആവറേജ് എത്ര കിട്ടി? 7.17 ആണോ കിട്ടിയത്? 7.16 ആണോ? കറക്റ്റ് വാല്യൂ പറഞ്ഞേ സോണിയ. 16 ആണോ 17 ആണോ? 16 ആണോ? എല്ലാവർക്കും 16 ആണോ കിട്ടി? 7.16 ആണോ? ഒന്ന് സപ്പോർട്ട് ചെയ്ത സോണിയുടെ വാല്യൂ ആണോ? 7.16 ആണോ 7.17 ആണോ? 19, 12, 4, 1, 5, 2 ഡിവൈഡഡ് ബൈ 6. ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് സോണിയുടെ വാല്യൂ 7.16 ആണ് അല്ലേ? സോ 7.16. വെയിറ്റിംഗ് ടൈം എത്രയാ? വെയിറ്റിംഗ് ടൈം ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേസ്റ്റ് ടൈം ആണ് കേട്ടോ വെയിറ്റിംഗ് ടൈം. സോ വെയിറ്റിംഗ് ടൈം 12, 7, 1, 0, 3, 1. ആവറേജ് എത്ര കിട്ടി? ആവറേജ് ടൈപ്പ് ചെയ്ത് ആവറേജ് എത്ര കിട്ടി? വെയിറ്റിംഗ് ടൈമിന്റെ ആവറേജ് 4 അല്ലേ? ഇത്രയും പരിപാടിയുള്ളൂ. ഓക്കെ, സോ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി. ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും കൺഫ്യൂഷനോ ഡൗട്ടോ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എല്ലാവരും ഓക്കെ ആയോ? എന്തെങ്കിലും ഡൗട്ട് ചെയ്ത് നോക്കൂ കേട്ടോ, നിങ്ങൾ തന്നെ ചെയ്ത് നോക്ക്. ഈ പടം കറക്റ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അൽഗോരിതം മനസ്സിലായെന്ന് അർത്ഥം. പടം തെറ്റിക്കഴിഞ്ഞാൽ അൽഗോരിതം മനസ്സിലായില്ലെന്ന് അർത്ഥം കേട്ടോ. പടം തെറ്റാൻ പാടില്ല. ബാക്കി വാല്യൂസ് ഒക്കെ നിങ്ങളുടെ മാത്തമാറ്റിക്കൽ എബിലിറ്റി ആണ്. 10ാം ക്ലാസ് വരെയുള്ള കൂട്ടാനും കുറയ്ക്കാനും ഉള്ള പരിപാടിയാണ്. അപ്പം ഈ പടം കിട്ടിക്കഴിഞ്ഞാൽ അൽഗോരിതം കിട്ടി, മനസ്സിലായി, കറക്റ്റ് ആയിട്ട് മനസ്സിലായി. സർ, അറൈവൽ ടൈം 0-ൽ തന്നെ 2 പ്രോസസ്സ് വന്നാൽ എന്ത് ചെയ്യും? ഇതിന്റെ ഉത്തരം നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തേ, എന്താണ് അറൈവൽ ടൈം 0-ൽ 2 പ്രോസസ്സ് വന്നാൽ എന്ത് ചെയ്യണം? അല്ല, ചോദിക്കുന്നത് പുള്ളിക്കാർ ചോദിക്കുന്നത് ഷോർട്ടസ്റ്റ്, 2 പേര് ഷോർട്ടസ്റ്റ്. ഇനി അറൈവൽ ടൈം അപ്പൊ കോമ്പീറ്റ് ചെയ്യാൻ വന്നു. അപ്പൊ നമ്മൾ അറൈവൽ ടൈം 0, അപ്പൊ എന്ത് ചെയ്യും? പ്രോസസ് ഐ ഡി വെച്ചിട്ട് ചെയ്യും. ചോദിച്ചത് ആരാന്നൊന്ന് പറയാമോ? പേര് പറയാമോ? മനസ്സിലായോ എന്ന് പറയാമോ? ഹേമ. മനസ്സിലായോ ഹേമ? ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എപ്പോഴും ആലോചിക്കേണ്ടത് ഏത് അൽഗോരിതം ആണെങ്കിലും ടൈ വന്നു കഴിഞ്ഞാൽ FCFS വെച്ച് ബ്രേക്ക് ചെയ്യും. ഇനി അവിടെ ടൈ വന്നു കഴിഞ്ഞാൽ പ്രോസസ് ID വെച്ച് ബ്രേക്ക് ചെയ്യും കേട്ടോ. ഇനി മറക്കരുത്, എല്ലാ അൽഗോരിതം അങ്ങനെ തന്നെയാണ്. ഓക്കെ സർ, ഈ പ്രോസസ് സ്വിച്ച് ചെയ്യുമ്പോൾ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്ങിൽ വരുന്ന ഡിസ്പാച്ചർ അത് ഷോർട്ട് ടേം ഷെഡ്യൂളർ അല്ലേ? ഷോർട്ട് ടേം ഷെഡ്യൂളർ എന്താ ചെയ്യുന്നത്? ഷോർട്ട് ടേം ഷെഡ്യൂളറിന്റെ ഭാഗമായിട്ടാണ്. ഷെഡ്യൂളർ ചെയ്യുന്നത് ഷെഡ്യൂളിംഗ് മാത്രമാണ്. ഡെസ്പാച്ചർ എന്ന് പറയുന്ന മോഡ്യൂളാണ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് നടത്തുന്നത് കേട്ടോ. ഷെഡ്യൂളർ ചെയ്യുന്നത് ഈ അൽഗോരിതം ഉപയോഗിച്ചിട്ട് ആളെ സെലക്ട് ചെയ്ത് കൊടുക്കും.
എന്നിട്ട് പറയും ഓക്കെ ഇവനെയാണ് ഇനി മാറ്റേണ്ടത്, നിങ്ങൾ ഇനി എന്താന്ന് വെച്ചാൽ ചെയ്തോളം പറയും. അപ്പൊ ആ പുള്ളിക്കാരൻ ഡെസ്പാച്ചർ എന്ത് ചെയ്യും, ആ ഇപ്പൊ ഇരിക്കുന്ന പ്രോസസ്സിന്റെ കോണ്ടെക്സ്റ്റ് എടുത്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ ഡിലീഷൻ അല്ല, എടുത്ത് സേവ് ചെയ്ത് വെക്കണം അല്ലെ. എവിടെ സേവ് ചെയ്ത് വെക്കും, നമ്മുടെ PCBയിൽ സേവ് ചെയ്ത് വെക്കും ആ കോണ്ടെക്സ്റ്റ് എടുത്ത്. ഇപ്പൊ അതായത് കറണ്ട് കുറച്ച് വാല്യൂസ് ഒക്കെ മാറിയിട്ടുണ്ടാവില്ലേ, രജിസ്റ്റേഴ്സിന്റെ വാല്യൂ. അപ്പൊ അതെല്ലാം ആ കോണ്ടെക്സ്റ്റ് എല്ലാം നമ്മളെടുത്ത് പ്രോപ്പറായിട്ട് സേവ് ചെയ്തിട്ട് മറ്റേ ആളുടെ കോണ്ടെക്സ്റ്റ് ലോഡ് ചെയ്ത് കൊടുക്കും ഡെസ്പാച്ചർ. ഓക്കെ, അപ്പൊ അത് ചെയ്യുന്നത് ഡെസ്പാച്ചർ ആണ്. അതിനെയാണ് നമ്മൾ ഡെസ്പാച്ച് ലേറ്റൻസി എന്നൊക്കെ പറയും അല്ലെ, കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഡെസ്പാച്ച് ലേറ്റൻസി അതെന്ന് പറയുന്നത് ഈ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ടൈം ഒക്കെ സേവ് ചെയ്ത് വെക്കാനുള്ള ആ സമയമാണ്. കാരണം ആ സമയം നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അടുത്ത ആൾ വരണ്ടേ. അപ്പൊ അതിനെയാണ് നമ്മൾ ഡിസ്പാച്ച് ലേറ്റൻസി എന്നൊക്കെ പറയുന്നത്. എഴുതി വെച്ചോളൂ കേട്ടോ. ഓക്കെ, സോ ഹൗ ക്യാൻ വി പ്രെഡിക്ട് ദ ബേർസ്റ്റ് ടൈം ഇൻ അഡ്വാൻസ്? അത് പറ്റില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അത് ബുദ്ധിമുട്ടാണ്. ഇതൊന്നും പ്രാക്ടിക്കലി ഇംപ്ലിമെന്റബിൾ അല്ല. അതല്ലാതെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ഇനി ഇപ്പം വന്നത് 2 ടൈം യൂണിറ്റ് ആണ്, അടുത്തത് 2 ടൈം യൂണിറ്റ് ആയിരിക്കും എന്നൊക്കെ വെച്ച് പ്രെഡിക്റ്റ് ചെയ്യുന്ന പരിപാടികളുണ്ട്. അത് കുറെ കൂടെ അഡ്വാൻസ് കോൺസെപ്റ്റ്, നമുക്ക് അത്രയൊന്നും ആവശ്യമില്ല. എക്സ്പോണൻഷ്യൽ ആവറേജിങ് ഉണ്ട്. അപ്പം പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല. എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബബിലിറ്റി കേസിൽ വെച്ചിട്ട് മാത്രമേ അത് പോസിബിൾ ആവൂ. അല്ലാതെ വരുന്നത് നമുക്കൊന്നും ഫ്യൂച്ചറിൽ കാണാൻ പറ്റില്ല കേട്ടോ. ഡിസ്പാച്ച് ലേറ്റൻസി ഒന്നും കൂടെ ഒന്ന് പറയൂ. ഡിസ്പാച്ച് ലേറ്റൻസി എന്ന് പറഞ്ഞാൽ ഈ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ടൈമിന് കുറച്ച് സമയം എടുക്കില്ലേ. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് അടുത്ത കോണ്ടെക്സ്റ്റിലേക്ക് നമ്മൾ പോകണ്ടേ. കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ ഇപ്പൊ ഒരു കാര്യം, നിങ്ങൾ ഒരു പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന്, ഒരു എന്തെങ്കിലും ഒരു സ്റ്റേജ് പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുക. 10 മിനിറ്റാണ് നിങ്ങൾക്ക് അനുവദിച്ചത്. അപ്പൊ 3 മിനിറ്റിൽ നിങ്ങളുടെ പരിപാടി കഴിഞ്ഞു. അടുത്തത് അപ്പോൾ ഒരു ഹൈ പ്രയോറിറ്റി ഒരു വന്നു, അടുത്ത സ്റ്റേജ് പെർഫോമൻസ് അടുത്ത ആളുടെയാണ്. അപ്പം നിങ്ങൾ ഇനി വന്നിട്ട് തുടങ്ങുന്നത് എവിടെയാണോ നിങ്ങൾ നിർത്തിയത് അവിടെ നിന്നാണ്. അപ്പൊ നിങ്ങളുടെ കുറെ കറണ്ട് വാല്യൂസ്, നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന സ്റ്റേറ്റിനെയാണ് നമ്മൾ നിങ്ങളുടെ ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റ് നമ്മൾ സേവ് ചെയ്ത് വെക്കും. എന്നിട്ട് മറ്റേ ആളുടെ കോണ്ടെക്സ്റ്റ് എടുത്ത് ലോഡ് ചെയ്യും. കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, രജിസ്റ്റേഴ്സ് അല്ലെ, പ്രോസസ് ID, അതിന്റെ ആ PCBയുടെ വാല്യൂസ് പുതിയ കോണ്ടെക്സ്റ്റ് എടുത്ത് ലോഡ് ചെയ്ത് കൊടുക്കും. എല്ലായിടത്തും എല്ലാ ആൾക്കാർക്കും ആരൊക്കെയാണോ ഏതൊക്കെ രജിസ്റ്റേഴ്സ് ആണോ അതെല്ലാം എടുത്ത് കൊടുക്കും. എന്നിട്ട് അതിനെ വീണ്ടും ആക്ടിവേറ്റ് ചെയ്യും അല്ലെ. ഒരു പ്രോസസ്സിനെ മാറ്റിയിട്ട് അടുത്ത പ്രോസസ്സിന്റെ കോണ്ടെക്സ്റ്റ് എടുത്ത് ലോഡ് ചെയ്യുന്ന ഒരു സമയമില്ലേ. അപ്പൊ നമ്മൾ സാധാരണ എന്ന് പറയുന്നത്, ഈ പ്രോസസ്സിന് പറയുന്നത് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്നും ഇതെടുക്കുന്ന സമയത്തിന് പറയുന്നത് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ടൈം എന്നുമാണ്. ആക്ച്വലി ഈ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ടൈമും ഇറ്റ്സ് റിലേറ്റഡ് ടു ഡെസ്പാച്ച് ലേറ്റൻസി. ഡെസ്പാച്ചർ ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഓക്കെ, ഡെസ്പാച്ചർ ആണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ലേറ്റൻസി എന്ന് പറയുന്നത് ഈ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ടൈം അതിന്റെ ഒരു ഭാഗമായിട്ട് വരും. ഈ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എടുക്കുന്ന സമയം മേ ബി 2 മില്ലി സെക്കൻഡ് ആണ് ഈ കോണ്ടെക്സ്റ്റിൽ നിന്ന് അടുത്ത കോണ്ടെക്സ്റ്റിലേക്ക് മാറാൻ എടുക്കുന്ന സമയം. അപ്പൊ നമുക്ക് പറയാം ഓക്കെ, ഡെസ്പാച്ച് ലേറ്റൻസി ഈസ് കണക്റ്റഡ് വിത്ത് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ടൈം. ഈ ലേറ്റൻസി അതുമായിട്ട് സെയിം ആണ്. ക്ലിയർ ആണോ? സർ ഓക്കെ. പറഞ്ഞു. സർ, LTS വന്നിട്ട് സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് മെയിൻ മെമ്മറിക്ക് കൊണ്ടുവരും അല്ലേ? ആരാണ്? ലോങ് ടേം ഷെഡ്യൂളർ അല്ലേ? ഓക്കെ. അപ്പൊ പിന്നെ STS വന്നിട്ട് ഷെഡ്യൂൾ മെയിൻ മെമ്മറിയിൽ നിന്ന് ഏതിന്റെ കാര്യം പറയുന്നത്? ലോങ് ടേം ഷെഡ്യൂളർ, ഷോർട്ട് ടേം ഷെഡ്യൂളർ, മീഡിയം ടേം ഷെഡ്യൂളർ അതല്ലേ പറയുന്നത്? അതെ. ലോങ് ടേം ഷെഡ്യൂളർ ചോദിച്ചു. ഷോർട്ട് ടേം ഷെഡ്യൂളർ റെഡി സ്റ്റേറ്റ് മെയിൻ മെമ്മറിയിൽ നിന്ന് എടുത്ത് അവിടെ മെയിൻ മെമ്മറി തന്നെയാണ്. ഷോർട്ട് ടേം ഷെഡ്യൂളർ മെയിൻ മെമ്മറി തന്നെയാണ്. അത് ആ സ്ഥലങ്ങളെല്ലാം ആ പടം നോക്കി, ഞാൻ പടം ഒന്ന് കാണിക്കാം. നോക്ക്, ഷോർട്ട് ടേം റെഡി ക്യൂ ഇരിക്കുന്നത് മെയിൻ മെമ്മറിയിലാണ്. ഇവിടെ നോക്ക്, റെഡി ക്യൂ ഇരിക്കുന്നത് മെയിൻ മെമ്മറിയിലാണ്. റണ്ണിങ് ടൈമിലും പ്രോസസ് ഇരിക്കുന്നത് മെയിൻ മെമ്മറിയിലാണ് കേട്ടോ. മെയിൻ മെമ്മറിയിൽ റെഡി ക്യൂയിൽ ഇരിക്കുന്ന ആളെ എടുത്ത് കൊടുക്കുന്നേ ഉള്ളൂ, നമ്മൾ മെയിൻ മെമ്മറിയിൽ നിന്ന് പുറത്താക്കുന്നില്ല. പക്ഷേ ന്യൂ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ അത് സെക്കൻഡറി മെമ്മറിയാണ്. അപ്പൊ സെക്കൻഡറി മെമ്മറിയിൽ ഇരിക്കുന്ന ആളെ ലോങ് ടേം ഷെഡ്യൂളർ ആണ് പിടിച്ച് മെയിൻ മെമ്മറിയിലോട്ട് കൊണ്ടുവരുന്നത്. അന്നേരമാണ് അവൻ റെഡി ക്യൂയിലോട്ട് കയറുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്ത് പറയാം, ആ ക്യൂവിന് നമുക്ക് ജോബ് ക്യൂ എന്ന് പറയാം. എല്ലാ പ്രോസസ്സും ഉള്ള ക്യൂസ് ജോബ് ക്യൂ, റെഡി ക്യൂ, ഡിവൈസ് ക്യൂ അല്ലെ. ഇനി ആ മെയിൻ മെമ്മറിയിൽ നിന്ന് നമ്മൾ IO ഡിവൈസിലേക്ക് IO ഒക്കെ ചെയ്യാൻ പോയാലും അവനെ നമ്മൾ പുറത്താക്കുന്നില്ല, അവൻ മെയിൻ മെമ്മറി തന്നെയാണ്. നമുക്ക് വെയിറ്റ് ഓർ ബ്ലോക്കിലാണെങ്കിലും അവൻ മെയിൻ മെമ്മറി തന്നെയാണ്. പക്ഷേ അവൻ സസ്പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവൻ എങ്ങോട്ട് പോകത്തുള്ളൂ, സെക്കൻഡറി മെമ്മറിയിലോട്ട് പോകത്തുള്ളൂ. അപ്പൊ സസ്പെൻഷൻ കൊടുക്കുന്ന ആളാരാണ്? മീഡിയം ടേം ഷെഡ്യൂളർ ആണ് കേട്ടോ. ക്ലിയർ ആണോ? ഇപ്പൊ ആരാ ചോദിച്ച പേര് പറഞ്ഞു? ക്ലിയർ ആണോ എന്ന് പറഞ്ഞു.
ഷാനിയ സർ അവിടെ ഷെഡ്യൂളർ ഡിസ്പാച്ചർ രണ്ട് എഴുതി വെച്ചിട്ടില്ലേ? അതെ, ഷെഡ്യൂള് അല്ലെങ്കിൽ ഡിസ്പാച്ചിങ്. ഇത് അതായത് ഇവൻ ചെയ്യുന്നു, അത് എഴുതി വെച്ച് അങ്ങനെ അത് നോക്കണ്ട. ഷെഡ്യൂളർ ആണ് ചെയ്യുന്നത്. അത് ഷെഡ്യൂളർ എന്താ ചെയ്യുന്നത്? ഒരു പ്രോസസ്സിനെ എടുത്തു കൊടുക്കും. ഈ റെഡി ക്യൂവിൽ നിന്ന് ഒരു പ്രോസസ്സിന് എടുത്ത് ഡിസ്പാച്ചറിന് കൊടുക്കും. ഇവ രണ്ടും കൂടെ കൂടിയിട്ടാണ് ഈ ഒരു സ്റ്റേജിന് ട്രാൻസിഷൻ നടത്തുന്നത്, അല്ലെ? ഇവനാണ് തീരുമാനിക്കുന്നത്. ഷെഡ്യൂളർ ആണ് ആരൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ഡിസ്പാച്ചർ ആണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഏത് കോണ്ടാക്ട് സ്വിച്ചിങ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. കേട്ടോ, ക്ലിയർ ആണോ? സർ, ഈ കോണ്ടാക്ട് സ്വിച്ചിങ് എടുക്കുന്ന സമയം അല്ലേ ഡിസ്പാച്ച് ലാറ്റൻസി എന്ന് പറയുന്നത്? അതെ അതെ, ക്ലിയർ ആണോ? ഓക്കെ സർ. ഓക്കെ, കോണ്ടാക്ട് സ്വിച്ചിങ് ടൈം ആണ് ഡിസ്പാച്ച് ലേറ്റൻസി. ഓക്കെ, ഫൈൻ. സോ അടുത്ത അൽഗോരിതം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും എടുക്കും. റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് ആണ് അടുത്തത്. നമ്മൾ നാളെ നോക്കാം കേട്ടോ. ഓക്കെ, സോ വിൽ വൈൻഡ് അപ്പ് ഫോർ ടുഡേ. ഓക്കെ, താങ്ക് യു.